വീണ്ടും ശ്വാസം എടുത്ത് ഉയരുക, ശ്വാസം വിട്ട് താഴുക. ഇനി എല്ലാവരും ചിരിക്കണം കേട്ടോ. കാലിൽ ശ്രദ്ധിക്കരുത്, കാലിന്റെ മണ്ണയിൽ ഒരാൾ കയറി കൂടിയിട്ടുണ്ടാവും, അയാൾ മാനിക്കരുത്. ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ, ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ. കണ്ണടയ്ക്കൂ. എവിടെയാണോ നമ്മൾ ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചു നോക്കൂ. നമുക്ക് എവിടെയാണ് ശ്രദ്ധിക്കാൻ തോന്നുന്നത്? ഇനി കണ്ണു തുറക്കുക. അപ്പൊ നിങ്ങൾ എല്ലാവരും കാലിന്റെ കഫ് മസിലിൽ ശ്രദ്ധിച്ചു എന്നുള്ളവരൊന്ന് കൈവെക്കൂ. എന്താ രാവിലെ ഉപ്മാവൊന്നും കിട്ടിയില്ലേ? ശരിയാണോ? ശരിയാണോ? ഞരമ്പ് പിടിക്കില്ല, ശ്വാസം എടുക്കാൻ പറ്റിയ, ഒന്ന് ഇരുന്ന വിഷമം മാറിയ മനസ്സ് എല്ലാം ട്യൂൺ ചെയ്യുകയാണ്. വർക്ക്ഷോപ്പ് തിരിച്ചിരിക്കുകയാണ് കേട്ടോ. സർവീസ് നടക്കുകയാണ്. പ്രാണനെ കൊണ്ടാണ് ദീർഘ ശ്വാസോച്ഛ്വാസം എടുക്കുക. പ്രാണനെ കൊണ്ട് അവിടെ ക്ലീനിങ് നടക്കുകയാണ്. ഇപ്പൊ പതുക്കെ നീ വരിക, പതുക്കെ പതുക്കെ ശ്വാസം എടുത്ത് നീ വരിക. കണ്ണടയ്ക്കൂ, കൈകളെ ലൂസാക്കിയിടൂ, ശരീരം തളർത്തിയിടൂ, ഒന്ന് എൻജോയ് ചെയ്യൂ. സംസാരിക്കരുത്. കഴുത്തിലെ ഗ്രീവഗ്രന്ഥികൾ ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടും, നമുക്ക് കൂടുതൽ ഓർമ്മശക്തി ഉണ്ടാവും. വീണ്ടും ശ്വാസം എടുത്ത് നിവർത്തി കൊണ്ടുവരിക. ശ്വാസം വിട്ട് നിങ്ങൾ ഇടതു ഭാഗത്തേക്ക് ചെരിയുക. ദീർഘ ശ്വാസം എടുക്കുക. നമ്മൾ എൻജോയ് ചെയ്യണം കേട്ടോ, എൻജോയ് ചെയ്യണം. വീണ്ടും ശ്വാസം എടുക്കൂ, തല നിവർത്തൂ. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നേരെ ശ്വാസം എടുത്ത് നമ്മുടെ നല്ല ശ്വാസോച്ഛ്വാസം എടുത്തു കഴിഞ്ഞാൽ നേരെ ശ്വാസം എടുത്ത് ഉയരുക. താടി കൊണ്ടുപോയി നെഞ്ചിൽ കൊണ്ടുപോയി റെസ്റ്റ് ചെയ്യിക്കുക. വീണ്ടും ദീർഘ ശ്വാസോച്ഛ്വാസം എടുക്കുക. നല്ല പെടലി നമ്മുടെ താടി കൊണ്ടുപോകുന്ന നെഞ്ചിൽ വെക്കണം. ഇനി വീണ്ടും തല ഉയർത്തി കൊണ്ടുവരിക. ദീർഘമായ ഒരു ശ്വാസം എടുത്ത് കണ്ണടയ്ക്കുക. എന്ന് എൻജോയ് ചെയ്യൂ. ശരീരത്തിലെ പ്രാണന്റെ സന്തുലിതാവസ്ഥയെ ഒന്ന് നിരീക്ഷിക്കുക. കൈ നേരെ മുന്നോട്ട് എടുക്കുക. തലയിൽ തൊടാൻ പാടില്ല. വീണ്ടും ശ്വാസം എടുത്ത് നേരെ കൈയിനെ ഉയർത്തി തലമുടിയിൽ തൊടാൻ പാടില്ല കേട്ടോ. കണ്ടോ? പൂർണ്ണമായി മടക്കി പുറകിലേക്ക്